ഇപ്പൊ പോകുമ്പോ എനിക്ക് കുറെ നെഗറ്റിവിറ്റി കുറച്ച് ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പക്ഷെ വരുമ്പോ എനിക്ക് കുറെ പോസിറ്റിവിറ്റി കിട്ടി എന്ന് വെച്ചാല് ഒരു നല്ല രീതിയിലാണ് പുറത്തിറങ്ങിയത് എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ബാക്കി എനിക്ക് കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടവർ ഇപ്പൊ തന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഇവർ തന്നെയാണ്, ക്യാബിൻ ക്രൂ തന്നെയാണ്. യു പ്ലേഡ് വെൽ. എനിക്ക് കിട്ടിയ ഫസ്റ്റ് അംഗീകാരം ഇൻഡിഗോ എനിക്ക് തന്ന ഒരു സ്നേഹാദരമായിട്ട് ഞാൻ ഇത് കാണുന്നു. അവരെ എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് അപ്രീസിയേഷൻ അവർ തന്നെയാണ്. എനിക്ക് ഭയങ്കര എല്ലാത്തിനേക്കാളും ഉപരി ആർക്കും കിട്ടാത്ത എനിക്കൊരു മനസ്സ് വിഷമിച്ചപ്പം ലാലേട്ട സ്നേഹത്തോടു കൂടി എനിക്ക് തന്നെ ഈ ഒരു ബനിയൻ, ഇത് ഞാൻ ഒരിക്കലും മറക്കാം. ഇത് ഞാൻ ആ വീട്ടില് ചില്ലുകൂട്ടിൽ ഞാൻ അവിടെ ഫ്രെയിം ചെയ്ത് വെക്കും. എന്റെ ജീവിതം എന്റെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴും പുറത്തു പോയ അത് ഞാൻ പറയാം, ഒരു വഴിയെ ഞാൻ പറയാം. താങ്ക് യു ഓൾ. നിങ്ങൾ വന്നതിലും എന്താ പറയാ, അയ്യോ ഞാൻ ഇത്രയും ക്യാമറ എന്റെ മുമ്പിലേക്ക് കാണുന്നത് ആദ്യമായിട്ട്. സാധാരണ പോകുമ്പോൾ എല്ലാവരും സെൽഫി എടുക്കാനൊക്കെ വരാറുണ്ട്. ഇത്രയും കാണുന്നത് എനിക്ക് സന്തോഷം, ഭയങ്കര സന്തോഷം. ഹാപ്പി. താങ്ക് യു ഓൾ. താങ്ക് യു. ഇതാരുടെയാണ്? യെസ്, എല്ലാം ഞാൻ പറയാം. ഞാനത് പറയാം, വഴിയെ ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. പ്രൊവോക്ക് ചെയ്തതാണ് പുറത്താവാൻ കാരണം അത് ഞാന് അവർ അനീഷിന്റെ അമ്മയും ബ്രദറിനെയൊക്കെ ഞങ്ങൾ ഇപ്പം എയർപോർട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കൊക്കെ ആ ഒരു ഫീൽഡ്, നമ്മൾ അവിടെ കളിക്കുന്നതൊക്കെ ഗെയിമാണ്. അതിന് പുറത്ത് ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഒരാളെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. പുറത്തിറങ്ങിയാലും അവരോടൊക്കെ സൗഹൃദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫൈറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരെയും വേദനിപ്പിച്ചിട്ടോ അവരെ മനസ്സ് മുറിവേൽപ്പിച്ചിട്ടോ ഞാനില്ല. അതെനിക്ക് വിശ്വാസമുണ്ട്. ഈ അനുമോളുടെ ഗെയിമൊക്കെ നാടകം തോന്നുന്നുണ്ട്. ഞാൻ പറയാനുണ്ട്, കുറെ ഉണ്ട് പറയാനുണ്ട്. ഞാൻ പറയാം. നിന്നത് തന്നെയാണല്ല, ഇത് പോരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു. അപ്പൊ എന്താ പറയാ, ഇതില് കുറെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ നമുക്ക് അതിനനുസരിച്ചല്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നിന്നിടത്തോളം നല്ലോണം കളിച്ചു എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും എനിക്ക് എല്ലാവരുടെയും അൺഫെയർ ഔട്ടായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഞാനിപ്പോ കമന്റ്സ് കുറെ വായിച്ചു. എനിക്ക് വന്നിറങ്ങിയല്ലേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴാണ് അവിടുന്ന് മൊബൈൽ കിട്ടിയത് തന്നെ. ഫ്ലൈറ്റ് കയറുമ്പോഴാണ് എനിക്ക് മൊബൈൽ തരുന്നത്. ഞാൻ ഇപ്പൊ ആണ് കുറച്ച് കമന്റ്സ് വായിച്ച അൺഫെയർ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നു. അതൊരു കപ്പായിട്ട് ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും സന്തോഷം എല്ലാവർക്കും. പിന്നെ എന്താ പറയാ, ചോദിക്കാണ്ട് ചോദിക്കൂ. എനിക്ക് ഈ വൈഫ് പറഞ്ഞതിന് പുറമെ PR വർക്ക് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടെന്ന് അതിനെപ്പറ്റി ഒന്ന് ഞാൻ വന്നിറങ്ങിയല്ലോ. ഒന്ന് അതിനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള എന്റെ പ്രതികരണം ഞാൻ കറക്റ്റായിട്ട് തരുന്നതായിരിക്കും. എനിക്ക് കുറെ കാര്യങ്ങൾ എന്റെ മൈൻഡിൽ